പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കിട്ടിയിട്ടുള്ള സെറ്റ് ഒരു സാംസങ്ങിൻ്റെ A12 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബാക്ക് ലൈറ്റ് ആണ്. സെറ്റ് ഓണാകുന്നുണ്ട്, പക്ഷേ ബാക്ക് ലൈറ്റ് ഇല്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഫുൾ അയച്ചിട്ട് തന്നെ കൊണ്ടു തന്നിട്ടുള്ളത്. ഷോപ്പ് വർക്കാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അത്യാവശ്യം ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം കപ്പാസിറ്ററൊക്കെ തട്ടിയ പോലെയൊക്കെ കാണുന്നുണ്ട്. തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ കപ്പാസിറ്ററൊക്കെ എടുത്ത് വെച്ചത് പോലെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്പ്ലേ മാറി ചെക്ക് ചെയ്യലാണ് ഇങ്ങനത്തെ വരുന്ന കംപ്ലൈൻറ്റിൽ ആദ്യം ചെയ്യേണ്ടത്. ബാക്ക് ലൈറ്റ് ഗ്രാഫിക് വരാതെ ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഡിസ്പ്ലേയിലെല്ലാം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ മാറി ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ മാറിയിട്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞാൽ ബോർഡ് ലെവൽ ചെക്ക് ചെയ്യുക. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ബോർഡിൽ ഒരിക്കലും വർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് കിട്ടാതെ കേസ് സെറ്റ് വരുമ്പോൾ ആദ്യം സിമ്മ് മാറി നോക്കലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്തോ ഒരു കാര്യം ബേസിക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബോർഡ് ലെവലിൽ മാറാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ എന്തോ നെറ്റ്വർക്കിൽ എന്തോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ടതാണ്. ഈ സാംസങ്ങിൻ്റെ ഏതൊരു മോഡൽ സെറ്റ് നെറ്റ്വർക്ക് ഫുള്ള് കളിച്ചിട്ട് IMEI നമ്പറൊക്കെ മിസ്സിങ് ആയ രീതിയിൽ വീഡിയോ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക. അപ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു ഡിസ്പ്ലേ ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അറിയുന്ന ആളുണ്ടാവട്ടെ. ഇത് ബേസിക് ബിഗിനേഴ്സ് ഉണ്ടാവും, അറിയാത്ത ആൾക്കാർ, സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർക്കുണ്ട്. അത് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നുള്ളത്. ഡിസ്പ്ലേ മാറി ചെക്ക് ചെയ്ത് നോക്കുക. ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ് ആയാലും ബ്ലാങ്ക് ആയാലും വൈ ഡിസ്പ്ലേ ആയാലും അതേപോലെ സെയിം ഉള്ള ഡിസ്പ്ലേ മാറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ ഡിസ്പ്ലേ മാറി വന്ന ഫോണാണ്. കാരണം ഇത് ഷോപ്പ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൺഫേം ആണ്. കാരണം 2-3 ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റെഡി ആകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു തന്നത്. ഓൾറെഡി ഇതൊരു കോമൺ ഇഷ്യൂ വരുന്ന ഒരു മോഡലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്കിങ് മെത്തേഡ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം നമുക്കറിയേണ്ടത് കണ്ടിന്യൂറ്റി ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ട്രാക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ട്രാക്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ GR ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതാണ് നമ്മളെ കണക്ടർ വരുന്നുള്ളത്. കണക്ടർ കാണാം. ഇതിൽ കണക്ഷൻ വരുന്നുള്ളത് 9ാമത്തെ പിന്നും അതേപോലെ തന്നെ 15ഉം 16ാമത്തെ പിന്നുമാണ് നമുക്ക് കണക്ഷനായിട്ട് വരുന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് കണക്ടർ എടുത്തിട്ടുണ്ട്. അതേപോലെ മൾട്ടിമീറ്റർ നമ്മൾ ഡയോഡ് മോഡിലിടാം. ഡയോഡ് മോഡിൽ ഇട്ടിട്ടുണ്ട് മൾട്ടിമീറ്റർ. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓയിലാണുള്ളത്. നമ്മളതിന് ചെക്ക് ചെയ്യേണ്ട രീതി മെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് 9ാമത്തെ പിൻ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യണത് 15ാമത്തെ പിന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 16ാമത്തെ പിന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 9ാമത്തെ പിന്ന ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് പിൻ. ഓക്കെ, ഒമ്പതാമത്തെ പിന്ന് ഓക്കെയാണ്. 0.701 GR വാല്യൂ ഓക്കെയാണ്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 15ാമത്തെ പിന്നാണ്. പതിനഞ്ചാമത്തെ പിന്ന് ഓക്കെയാണ്. 583 ഓക്കെയാണ്. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് 16ാമത്തെ പിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 16ാമത്തെ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുള്ളത് 0.160 160 വാല്യൂ കാണിക്കുന്നുള്ളത്. ഇത് കംപ്ലൈൻ്റ് ആണ്. കാരണം ഏകദേശം 500-ന് മേലെ വാല്യൂ കാണിക്കേണ്ട സെക്ഷനാണ് ഇത് വരുന്നുള്ളത്. ആനോഡ് കണക്ഷനാണ് വരുന്നത്. 16ാമത്തെ പിന്ന് വരുന്നുള്ളത് ആനോഡ് കണക്ഷനാണ്. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പിന്നും കൂടി ഉണ്ട്. അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അത് ഓക്കെയാണ്. 500+ മേലെ 500-ന് മേലെ വാല്യൂ കാണിക്കും. അപ്പോൾ 16ാമത്തെ പിന്നിലാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് 24 വോൾട്ടേജ് വരുന്ന ലൈനാണ് ഈ കാണുന്ന. ഈ 16ാമത്തെ പിന്നെന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നുള്ളത് ആനോഡ് കണക്ഷനാണ്. 24 വോൾട്ടേജാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് ബാക്ക് ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ബാക്ക് ലൈറ്റ് നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇതാണ് IC വരുന്നുള്ളത്.
ഇതാണ് ഐ സി വരുന്നുള്ളത്. ഈ ഐ സിൻ്റെ അകത്ത് ടോട്ടൽ 24 പിന്ന് വരുന്ന ബോൾ വരുന്ന ഐ സി ആണ്. ഇപ്പോൾ 24 ബോൾ വരുന്ന ഐ സിൻ്റെ അകത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എന്തിനാ ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് 3 കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫിക് വോൾട്ടേജും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത് 5.7 അല്ലെങ്കിൽ 5.9 ആ റേഞ്ചിലുള്ള വോൾട്ടേജും വരുന്നുള്ളത് ഇതേ ഐ സിൻ്റെ അകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഐ സിന്ന് പറയുന്നുള്ളത് ലൈറ്റ് ഗ്രാഫിക് പ്ലസ് ലൈറ്റ് ആണ്. ഓക്കെ, രണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നുള്ളത് ബാക്ക് ലൈറ്റിൽ ആനോഡ് എന്ന് പറഞ്ഞുള്ള കണക്ഷനിലാണ് GR വാല്യൂ കുറഞ്ഞ് കാണിക്കുന്നുള്ളത്. ഇത് നമുക്ക് ഒരിക്കലും ഷോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഷോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ അവിടെ കാണിക്കേണ്ടത് 0.000 ആ റേഞ്ചിലാണ് വാല്യൂ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ജസ്റ്റ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ആ ഐസിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും പാത്ത് ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഷോർട്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മീൻസ് റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇവിടെ ഇത് സംബന്ധിച്ചിടത്തോളം ഇത് ഷോർട്ടായിട്ട് വരുന്നില്ല. കാരണം 160 എന്ന് പറയുന്നുള്ളത് GR മീൻസ് നമ്മൾ അതിന് പറയുന്നുള്ളത് ഇതിനാണ് എന്താ ലീക്കേജിനാണ് പറയുന്നത്. ഷോർട്ട് എന്ന് പറയത്തില്ല, ലീക്കേജിനാണ് പറയുന്നുള്ളത്. നമുക്ക് ചുറ്റും കൂടി നോക്കാം. ആ ഐസിൻ്റെ 24 ലെഗ് വരുന്ന ഐസിൻ്റെ അകത്ത് ഗ്രാഫിക് പ്ലസ് ലൈറ്റ് ഐസിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈന് ഷോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വാല്യൂ കുറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഏകദേശം 0.037 എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സ്വിച്ചിങ് ലൈൻ, ഓക്കെ, സ്വിച്ചിങ് ലൈനിൽ വാല്യൂ കുറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഔട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ടിൽ വാല്യൂ ഏകദേശം 200 സംതിങ് കാണിക്കുന്നുണ്ട്, ഷോർട്ടല്ല. ഓക്കെ, 39 ഇതെല്ലാം ഔട്ട് പോകുന്ന ലൈനാണ്. ഓക്കെ, ഇവിടെയൊക്കെ കാണിക്കുന്നുള്ളത് വാല്യൂ കുറഞ്ഞിട്ടാണ് കാണിക്കുന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് നമുക്ക് വോൾട്ടേജ് ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. റോഷൻ ഒന്ന് ആഡ് ചെയ്തിട്ട് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആംബിയർ എടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, റോസിൻ ഫ്ലെക്സ് ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആ സമയം കളഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതാ നമ്മളെ ജസ്റ്റ് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാണ്. വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളത് 3.9 വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആംബിയർ 3 ആംബിയർ. അപ്പോൾ എത്ര ആംബിയർ കൊടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കിട്ടേണ്ട ആംബിയർ മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ആംബിയർ പ്രശ്നമില്ല, നമ്മൾ വോൾട്ടേജാണ് നോക്കേണ്ടത്. ഓൺ ചെയ്ത് ജസ്റ്റ് എത്ര ആംബിയർ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹീറ്റാണെന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഓക്കെ, 164 മില്ലി ആംബിയറാണ് എടുക്കുന്നുള്ളത്. ഈ ഒരു ആംബിയറിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, സെറ്റ് ഹീറ്റ് ആവില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ 156 ആ റേഞ്ചിലോട്ടാണ് എടുക്കുന്നുള്ളത്. 155 156 രീതിയിലാണ് എടുക്കുന്നത്. ഇതെന്ത് ചെയ്യില്ല, ഹീറ്റ് ആവില്ല. അപ്പോൾ ഇതിന് നമുക്ക് തെർമൽ ക്യാമറ വേണം. ഓക്കെ, അപ്പോൾ തെർമൽ ക്യാമറ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കോമൺ ഇഷ്യൂ വരുന്നുള്ളത് കപ്പാസിറ്റർ ഷോർട്ട് വരുത്തുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് റിമൂവ് ചെയ്ത് കാണുന്നുണ്ട്. ആ കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് വെച്ചതാണെന്നാണ് തോന്നുന്നത്. ആ കളറ് മാറിയിട്ടുള്ള കപ്പാസിറ്റർ നമുക്കൊന്ന് തട്ടി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് തട്ടി നോക്കാം. ഇത് തട്ടാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം ഇത് കണ്ടില്ലേ, ഇത് സിംഗിൾ ലെയറെല്ലാം വരുന്ന സാധനമുണ്ട്. ഈ ലെയർ ഈ ഡബിൾ ലെയർ ട്രിപ്പിൾ ലെയറിലാണ് പെട്ടെന്ന് ഷോർട്ടാവും. ആ ഷോർട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള IC ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കപ്പാസിറ്റർ ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ലൈൻ ഒന്ന് ഷോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം ഷോർട്ട് അതേപോലെ ഉണ്ട്. ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് തെർമൽ ക്യാമറ. അപ്പോൾ ഈ തെർമൽ ക്യാമറ കണക്ട് ചെയ്യുന്നുള്ളതും അതൊക്കെ കാണിക്കാൻ കുറേ ഡിലേ വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, തെർമൽ ക്യാമറേൻ്റെ അകത്ത് നമുക്ക് ഹീറ്റായി കാണിച്ചത് ഈ ഐ സി ആണ്. ഈ ഐ സി എന്ന് പറയുമ്പോൾ ബാക്ക് ലൈറ്റ് പ്ലസ് ഗ്രാഫിക് ഐ സി ആണ്. നമ്മളത് റിമൂവ് ചെയ്യണം. ഓക്കെ, 24 ബോൾ വരുന്ന ഐ സി ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മളത് റിമൂവ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 4 പ്രിൻ്റാണ് പോയിട്ടുള്ളത്. 4 പ്രിൻറ്റും ഡമ്മി പ്രിൻ്റാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ടോ ഇല്ലേനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. ഓൾറെഡി ഒരു ഡയോഡ് ഉണ്ടായിരുന്നു. ഡയോഡ് ഓൾറെഡി വെച്ചതാന്ന് തോന്നുന്നുണ്ട്, തെറിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും GR വാല്യൂ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നോർമലാണ്. ഓക്കെ, നോർമലാണ്. ഓക്കെ, പാഡ് ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഡയോഡ് വെക്കണം. ഡയോഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയോഡിൻ്റെ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡയോഡാണ്. സോറി, ലൈറ്റ് അല്ല, AC-നെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡയോഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ AC-നെ DC-യിലേക്ക് ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് DC ആണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഫോർവേഡ് വയോസിങ്ങിലാണ് നമ്മൾ ഡയോഡ് വെച്ചിട്ടുള്ളത്. അത് തിരിച്ച് റിവേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഷോർട്ടാവും. ഓക്കെ, അതുകൊണ്ട് ഡയോഡ് എടുത്ത് കഴിഞ്ഞാൽ ഡയോഡ് വെക്കുമ്പോൾ ഡയറക്ഷൻ കറക്റ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയുന്നുള്ളതും ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ടാണ് വരുന്നത്, ഇതാണ് ഔട്ട്പുട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇൻപുട്ടിലിവിടെ നമുക്ക് കാണാം കോയിലിനാണ് ഇത് എന്ത് ചെയ്യുന്നുള്ളത്, സ്വിച്ച് ചെയ്യുന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കാണാം കോയിലിന് സ്വിച്ച് ചെയ്തുണ്ടാകുന്ന AC വോൾട്ടേജ് ഇപ്പുറത്തേക്ക് DC ആയിട്ട് മാറണം. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കേണ്ടത് ഈ സൈഡ് വരേണ്ടത് ആനോഡും ഈ സൈഡ് വരേണ്ടത് കാഥോഡുമാണ്. ലൈന് നേരെ തിരിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് IC വെക്കലാണ്. ഓക്കെ, വേറെ ബോർഡ് നമ്മൾ IC എടുത്തിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ബോർഡും തപ്പിയിട്ട് വരുത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ IC എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് IC ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഉംറക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യാതെ ഏകദേശം ഒരു മാസമല്ല മുമ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം സർവീസ് ചെയ്യാണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൈവറം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് സർവീസിൻ്റെ ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ട് സർവീസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, ഗ്യാപ്പ് കൊടുക്കാണ്ടിരിക്കുക. ഓൾറെഡി നമ്മളിപ്പോൾ ഏകദേശം വലിയൊരു ഗ്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം തന്നെയാണ്. നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയേണ്ടത്, ഭയങ്കര സ്പീഡ് ഉണ്ടാവില്ല, കുറച്ച് സ്ലോ ആയിട്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം പോയിട്ടുണ്ടാവും. അയ്യോ, ഡയോഡ് കവറാം. ഓക്കെ, അപ്പോൾ നമുക്ക് IC ഫിക്സ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായി കോഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്കിൽ എല്ലാ ഭാഗത്തുനിന്നും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ടാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് ഞങ്ങൾക്ക് 100% അത്ര
നമ്മൾ ഡീപ്പായിട്ടുള്ള സിലബസ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പം അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. ഓൺലൈന് വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ക്ലാസ് രാവിലെ 7 മണിക്കൊരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ് എടുക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും കണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടാണെങ്കിൽ ലൈവായിട്ടുള്ള ക്ലാസ് രാവിലെ 7 മണി മുതൽ 8:30 മണി വരെ 1.5 മണിക്കൂറുള്ള ക്ലാസ്സും കൂടി ഐഫോണും ആൻഡ്രോയിഡും അതുപോലെ EMMC ഒന്നിച്ചിട്ടുള്ളൊരു പാക്കേജും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അയ്യോ പിന്നെ ഉപയോഗിക്കാതെ നിൽക്കുമ്പോൾ ഫ്ലെക്സൊക്കെ ഡാമേജ് വരും. അപ്പോൾ കുറേ ഉപയോഗിക്കാതെ നിൽക്കുന്ന ഫ്ലെക്സാണ് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയോഡും കൂടി വെക്കുകയാണ്. ഡയോഡ് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയോഡ് വെക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നും ഔട്ടും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഡയോഡ് വെക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇപ്പോൾ ഡയോഡിൽ ഇൻ ഔട്ട് എന്ന് പറയുന്നുള്ളത് ആനോഡ് കാഥോഡ്. ഓക്കെ, ഈ ആനോഡിൻ്റെ ഭാഗത്താണ് സ്വിച്ചിങ് നടക്കുന്നത്, കാഥോഡിൻ്റെ ഭാഗത്താണ് അത് പോസിറ്റീവായിട്ട് മാറുന്നത്. ഓക്കെ, ആ ലൈനുള്ള ഭാഗം കാഥോഡാണ്. ഓക്കെ, ഓക്കെ. വേറൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ ഞാൻ നേരത്തെ എടുത്ത് കളഞ്ഞതുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരട്ടെ. നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത് 10 വോൾട്ടേജ് 10 EF ഉള്ള കപ്പാസിറ്ററാണ്. മസ്റ്റായിട്ട് നമ്മൾ തിരിച്ചു വെക്കേണ്ട കപ്പാസിറ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ ഓൺ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഐസൊക്കെ മാറ്റി ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കി, ഷോർട്ട് ഇല്ല. ബാറ്ററി ഇട്ടതിന് ശേഷം ഓൺ ഓഫ് കീ. ഓക്കെ, വൈബ്രേഷൻ അടിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോമൺ ഇഷ്യൂ വരാറുണ്ട്, പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡീപ്പായിട്ട് ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കാൻ പറ്റും. ഓൾറെഡി അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആവാതുകൊണ്ടാണ് കൊണ്ട് തന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളൊക്കെ ഒരുപാട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോർമൽ വർക്കൊക്കെ ചെയ്യും, ബാക്കിയുള്ള വർക്കൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ടൈം ഇപ്പോൾ രാവിലെ തന്നാൽ ചിലപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവർ 2 ദിവസം എനിക്ക് തന്നിട്ട്, പക്ഷേ ഇന്നലെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോയി. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഡിലേ വരുന്നതാണ്. അപ്പോൾ ഡിലേ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ നാളെ നമ്മുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും നമുക്ക് ഈ ഒരു വർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 26 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാ സാധനം ഓക്കെയാണ്. ഓക്കെ, 26 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ നമുക്ക് ആവശ്യമുള്ള ടൈം എന്ന് പറയുന്നുള്ളത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് സംഭവം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.